Hi all, welcome back to Learn Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം PYQ 2024 കുറച്ച് സോൾവ്ഡ് MCQs ആണ്. അതിൽ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let us start. First question, 3 coins are tossed simultaneously, then the probability that exactly 2 tails appear is options A 1 by 8, B 1 by 4, C 3 by 8, D 1 by 2 and E 5 by 8. Correct answer option C ആണ് 3 by 8. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് എന്താ, പ്രോബബിലിറ്റി ദാറ്റ് 2 tails appear എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം, അതാണ് സൈമൾട്ടേനിയസ് അല്ലേ. അപ്പോൾ ഓൾ അറ്റ് ദ സെയിം ടൈം 3 കോയിൻസ് ടോസ് ചെയ്യാണ്. അതിൽ എക്സാക്ട്ലി 2, ആ 3 എണ്ണത്തിൽ 2 എണ്ണം കറക്റ്റ് ടെയിൽ തന്നെ അപ്പിയർ ചെയ്യണം. അതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എക്സാക്ട്ലി 2 tails appear എന്നാണ്. അപ്പൊ എക്സാക്ട്ലി 2 tails എന്ന് പറയുമ്പോൾ 3 കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും, അപ്പൊ അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കോയിൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ടെയിൽ വന്നു, സെക്കൻഡിലും ടെയിൽ വന്നു. അപ്പൊ എക്സാക്ട്ലി 2 പറയുമ്പോൾ 2 ടെയിലേ പാടുള്ളൂ. അപ്പൊ അത് ഓൾറെഡി വന്നു. അപ്പൊ തേർഡ് വൺ ഹെഡ്. ക്ലിയർ ആയോ? അപ്പൊ TTH അത് ഒരു ഔട്ട്കം ആണ്. നെക്സ്റ്റ് വൺ ഫസ്റ്റ് കോയിൻ T വന്നു, സെക്കൻഡ് കോയിൻ H വന്നു, തേർഡ് കോയിൻ T വന്നു. അപ്പൊ അത് THT. നെക്സ്റ്റ് കേസ് എന്തായിരിക്കും, ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് വന്നു, നെക്സ്റ്റ് 2 കോയിൻസിലും ടെയിൽ വന്നു. അപ്പൊ HTT. ഈ പറഞ്ഞ 3 കേസസിലാണ് 2 ടെയിൽ അപ്പിയർ ചെയ്യുന്നത്. കറക്റ്റ് 2 ടെയിൽ. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എത്ര ഔട്ട്കംസ് വരും, TTH, THT, HTT, അതായത് ടോട്ടൽ 3 ഔട്ട്കംസ്. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 3 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എങ്ങനെ കണ്ടുപിടിക്കും, 3 കോയിൻസ് ടോസ് ചെയ്യണം അല്ലെ. അപ്പൊ ഒരു കോയിൻ എന്ന് പറയുമ്പോൾ ഒരു കോയിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അതേപോലെ സെക്കൻഡ് കോയിനും തേർഡ് കോയിനും. അപ്പൊ ടോട്ടൽ ഔട്ട്കം എങ്ങനെ കണ്ടുപിടിക്കും, 2 raised to 3. ക്ലിയർ ആയല്ലോ? കാരണം 3 കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യണേ. ഒരെണ്ണം എന്ന് പറയുന്നത് ഹെഡ് ഓർ ടെയിൽ ഒക്കെ അറിയും. അപ്പൊ 2 അല്ലെ. എഗെയിൻ അതിന്റെ ഒപ്പം വേറെ ഒരെണ്ണം കൂടി. അപ്പോൾ എഗെയിൻ 2 എന്ന് പറയുമ്പോൾ ആൻഡ് ആണ്, സൈമൾട്ടേനിയസ് ആണ്. അപ്പൊ 3 കോയിൻസ് ഒരുമിച്ചല്ല ചെയ്യുന്നത്, ആൻഡ് പറയുമ്പോൾ ഇൻഡു ചെയ്യാം. അപ്പൊ എഗെയിൻ 2 വന്നു. ഇനി മൂന്നാമത്തെ കോയിനും കൂടി ടോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 2, അതായത് 2 raised to 3, ദാറ്റ് ഈസ് 8. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പൊ ഇനി നമുക്ക് P of exactly 2 tails കണ്ടുപിടിക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 tails. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം, അതായത് 3 divided by 8 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bag contains 10 green balls and 5 red balls. If 2 balls are selected randomly, then the probability that both are green balls is options A 9 by 35, B 2 by 7, C 3 by 7, D 5 by 27 and E 2 divided by 15. Correct answer option C ആണ് 3 divided by 7. അപ്പോൾ ഒരു ബാഗിൽ 10 ഗ്രീൻ ബോൾസ് ഉണ്ട്, 5 റെഡ് ബോൾസ് ഉണ്ട്. 2 ബോൾസ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ 2 ബോൾസും ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് തന്നിരിക്കുന്നത് 10 ആണ്. സിമിലർലി നമ്പർ ഓഫ് റെഡ് ബോൾസ് 5. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് ഈ 10 + 5, ദാറ്റ് ഈസ് 15. ഇനി നമ്മൾ ഫസ്റ്റ് റാൻഡം ആയിട്ട് ഒരു ബോൾ ഡ്രോ ചെയ്യാണ്. ഓക്കെ, എടുക്കുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ആ എടുക്കുന്ന ബോൾ ഗ്രീൻ ആവാൻ, കാരണം നമുക്കിപ്പോൾ 2 ഡ്രോയിലും ഗ്രീൻ ബോൾ ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ഓക്കെ, അതാണ് P of green ball is equal to. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ്. അപ്പോൾ ഫേവറബിൾ പറഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കുന്ന ബോൾ ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട്, 10. അപ്പോൾ 10 ബോൾസ് എന്നാണ് നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യണം. അപ്പോൾ 10 ആണ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 15 ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ 10 by 15. ഇനി സെക്കൻഡ് ടൈം നമ്മൾ എഗെയിൻ ബോൾ എടുക്കുന്നത് ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റി, അതാണ് സെക്കൻഡ് ഡ്രോയിൽ P of green ball. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എന്ന് പറയുന്നത് ഇതുപോലെ ബാഗിൽ 10 ഗ്രീനും 5 റെഡ് ബോൾസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു ഗ്രീൻ ബോൾ ഓൾറെഡി സെലക്ട് ചെയ്തു.
അല്ലെ? ഇപ്പോൾ ഒരു ഗ്രീൻ ബോൾ സെലക്ട് ചെയ്യുമ്പോൾ അതായത് ഗ്രീൻ ബോൾ ഇപ്പോൾ ഒരെണ്ണം കുറഞ്ഞു, ദാറ്റ് മീൻസ് ഇനി ഗ്രീൻ 9 ആണ് അല്ലെ? ഇനി ടോട്ടൽ ബോൾസ് അപ്പോൾ എത്രയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ 10+5 എന്ന് ഒരു ബോൾ നമ്മൾ സെലക്ട് ചെയ്തു, അപ്പോൾ 15ൽ നിന്ന് ഒരു ബോൾ പോയാൽ 14. ക്ലിയർ ആയല്ലോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വാല്യൂസ് ചേഞ്ച് ആവും. സോ സെക്കൻഡ് റോയിൽ പി ഓഫ് ഗ്രീൻ ബോൾ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഇപ്പൊ എത്രയാ? എത്ര ഗ്രീൻ ഇപ്പൊ ഉണ്ട്? 9. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 14. അപ്പൊ 9/14. ഇനി പി ഓഫ് ബോത്ത് ബോൾസ് ആർ ഗ്രീൻ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ബോൾസും ഗ്രീൻ ആവണമെങ്കിൽ ഇത് രണ്ടും ആൻഡ് ആണ് അല്ലെ? 10/15 ആൻഡ് 9/14. ഫസ്റ്റ് റോയിൽ ഗ്രീൻ ആണ് ആൻഡ് സെക്കൻഡ് റോയിലും ഗ്രീൻ ആണ്. അപ്പൊ രണ്ട് പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/7 ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ 10ൽ 5 പോയി കഴിഞ്ഞാൽ 15ൽ 3. 3 and 9 ക്യാൻസൽ ചെയ്താൽ 3 വരും. 14ൽ 2 പോയി കഴിഞ്ഞാൽ 7 വരും. സോ 3/7 ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A, B, C be three mutually exclusive and exhaustive events of an experiment. If 2 times P of A is equal to 3 times P of B is equal to 4 times P of C, then P of C is equal to. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ? 2P of A equal to 3P of B equal to 4P of C. അതിൽ നിന്ന് P of C യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് മാത്രമല്ല A, B, C 3 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് ആണ്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് പറഞ്ഞാൽ എന്താ? എന്തായാലും ഏതെങ്കിലും ഒന്ന് നടക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഒരെണ്ണം ഒക്കർ ചെയ്താൽ അതൊരിക്കലും വേറെ ബാക്കി ഇവന്റ്സിന്റെ ഒക്കറൻസിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A 3/13, B 4/13, C 5/13, D 6/13, E 7/13. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 3/13. അതെങ്ങനെയാ വരണേ നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. 2P of A is equal to 3P of B equal to 4P of C. ഇത് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വാല്യൂ K ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ P of A, P of B, P of C നെ ഇൻ ടേംസ് ഓഫ് K എഴുതിക്കൂടെ? അതായത് P of A is equal to K/2. ഈ 2നെ നമ്മൾ RHSൽ കൊണ്ടുപോയാൽ മതി അല്ലെ? ഇപ്പൊ 2P of A is equal to K ആണെങ്കിൽ ദാറ്റ് മീൻസ് P of A യുടെ വാല്യൂ എന്താ? K/2 അല്ലെ? അതുപോലെ ബാക്കി കണ്ടുപിടിക്കാം. P of B എന്ന് പറയുന്നത് K/3, P of C എന്ന് പറയുന്നത് K/4. അപ്പൊ നമുക്ക് ഈ 3 റിലേഷൻസ് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് A, B, C ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്. അപ്പോൾ ഈ 3 പ്രോബബിലിറ്റീസിന്റെയും സം എന്തായിരിക്കും? 1 ആയിരിക്കും. ടോട്ടൽ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് എന്നത് 1 ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഏത് ഇവന്റ്സ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുത്താലും നമുക്ക് ആൻസർ എന്താ കിട്ടുക? 0 ആണ്. ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം എല്ലാം ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഒന്നും ഒരു ഇവന്റിന്റെ ഒക്കറൻസ് വേറെ ഇവന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇന്റർസെക്ഷൻ, അതായത് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് ആ ഇന്റർസെക്ഷൻ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ P ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഏതെങ്കിലും ഇവന്റ്സ് എന്തായാലും ഒക്കർ ചെയ്യും. A യൂണിയൻ B യൂണിയൻ C P പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സം ഓഫ് പ്രോബബിലിറ്റീസ് 1 ആണ് അല്ലെ? അപ്പൊ P of A plus P of B plus P of C that is K/2 plus K/3 plus K/4 is equal to 1 എന്ന് കിട്ടി. ഇതിൽ നിന്ന് K യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഇവിടെ LCM എടുക്കുക. 2, 3, 4ന്റെ LCM എന്താ വരിക? 12 ആണ്. സോ 12 ആക്കാൻ വേണ്ടിയിട്ട് K/2നെ ഇൻറ്റു 6 മുകളിലും താഴെയും ചെയ്യാം. K/3നെ ഇൻറ്റു 4 ചെയ്യാം. K/4നെ ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ 6 plus 4 plus 3 13 divided by 12K is equal to 1. അപ്പോൾ K യുടെ വാല്യൂ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 13/12 RHSൽ കൊണ്ടുപോകാം. അപ്പോൾ റെസിപ്രോക്കൽ 12/13. ഇനി നമുക്ക് K കിട്ടിയിട്ടുള്ളൂ. P of C കണ്ടുപിടിക്കണം. P of C എന്ന് പറയുന്നത് K/4 ആണ്. ഇപ്പൊ K എന്ന് പറയുന്നത് ഇതേപോലെ 12/13. ഇപ്പൊ ഡിവൈഡഡ് ബൈ 4. ഈ 4 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ തന്നെയാണ് വരിക അല്ലെ? അപ്പോൾ 12 divided by 4 into 13. അപ്പോൾ ഈ 12ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 3 വരും. ദാറ്റ് ഈസ് 3/13 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 divided by tan A minus tan B is equal to.
Options A sin A sin B by cos of A minus B, B sin A sin B by sin of A minus B, C cos A minus cos B by sin A minus sin B, D cot A minus cot B, E cos A minus cos B by sin of A minus B. Correct answer option E ആണ് cos A minus cos B by sin of A minus B. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 1 by tan A minus tan B ആണ്. Trigonometric functions ആണ്. അപ്പോൾ അതിന്റെ ഇലാബറേഷൻസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ tan A എന്ന് പറഞ്ഞെങ്കിൽ sin by cos ആണ് അല്ലേ, sin A by cos A. അതുപോലെ tan B എന്ന് പറയുന്നത് sin B by cos B. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കാം. അപ്പോൾ sin A into cos B minus sin B into cos A. ഓക്കെ, എന്നിട്ട് ഡിവൈഡഡ് ബൈ cos A cos B വരും. ഈ cos A cos B എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ നമുക്ക് A by B, ഓക്കെ സോറി A by B by C, അതായത് A ഡിവൈഡഡ് ബൈ B by C വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടേം റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, A into C by B. അതേപോലെ തന്നെ ഈ ഒരു ടേം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈഡ് ആവുമ്പോൾ ന്യൂമറേറ്ററിൽ പോകും. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെയാണ് മുകളിൽ cos A into cos B വരുന്നത്. ഓക്കെ, കാരണം ഓൾറെഡി ന്യൂമറേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിലാണ് A by B ഫോം വരുന്നത്. സോ അത് മുകളിലേക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ B by A ആയിട്ട് മൾട്ടിപ്ലൈഡ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ ആയിട്ട് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് പോകും. അപ്പോൾ 1 into cos A cos B തന്നെ. ദെൻ നമ്മൾ sin A cos B minus cos A sin B. ഈ sin A cos B minus cos A sin B ഐഡന്റിറ്റി എന്ന് പറയുന്നത് sin of A minus B യുടെ ഫോർമുലയാണ്. So cos A cos B by sin of A minus B ആണ് ആൻസർ. Next question. Cos inverse of cos of minus 7 pi by 9 is equal to options A minus 7 pi by 9, B 7 pi by 9, C 2 pi by 9, D minus 2 pi by 9, E minus 4 pi by 9. Correct answer option B ആണ് 7 pi by 9. ഇപ്പോൾ cos inverse of cos minus x ആണ് തന്നിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഈ ഒരു ടേം 7 pi by 9 നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതായത് cos inverse of cos of minus x ആണ് തന്നിരിക്കുന്നത്. ഈ cos of minus x എന്ന് പറയുന്നത് പ്ലസ് cos x ആണ്. ക്ലിയർ ആയോ? cos of minus x എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് cos x ആണ്. നേരെ തിരിച്ച് സൈനിന്റെ ടേംസ് ആണെങ്കിലോ മൈനസ് സൈൻ x വരും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ cos inverse of cos minus x നെ നമ്മൾ എന്ത് എഴുതി? cos inverse cos x. ഇനി cos inverse of cos theta എന്താ? theta തന്നെ. അപ്പോൾ ഇവിടെ x തന്നെ വരും. x എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എടുത്തത് 7 pi by 9 ആണ്. അപ്പോൾ ഓപ്ഷൻ B 7 pi by 9 ആണ് ആൻസർ. Next question. If sec theta plus tan theta is equal to 2 plus root 3, then sec theta minus tan theta is equal to. അപ്പോൾ നമുക്ക് ഒരു ഐഡന്റിറ്റി, അതായത് നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് sec theta plus tan theta എന്നുള്ളത് 2 plus root 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ടേം, sec theta minus tan theta എന്തായിരിക്കും എന്നാണ്. ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസിൽ എന്തായാലും തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 2 minus root 3, B 1 by 2 minus root 3, C 1 by root 3, D 2 by root 3, E 2 by 2 minus root 3. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ് 2 minus root 3. അപ്പോൾ എങ്ങനെയാ വരണേ നോക്കാം. അതായത് sec theta plus tan theta ആണ് 2 plus root 3. ഇനി നമുക്ക് സീക്കും ടാനും തമ്മിലുള്ള റിലേഷൻ അറിയാം. അതായത് sec square theta minus tan square theta equal to 1 ആണ്. ഈ a square minus b square എന്താ? a plus b into a minus b. അതേപോലെ sec square theta minus tan square theta എന്താ? sec theta plus tan theta into sec theta minus tan theta. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാം. ഇനി is equal to 1 അങ്ങനെ തന്നെ എഴുതി. ഓൾറെഡി നമുക്ക് ഈ sec theta plus tan theta എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2 plus root 3 എന്ന് തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? എന്നിട്ട് RHSൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് LHSൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ടേം കിട്ടും. sec theta minus tan theta is equal to 1 by 2 plus root 3. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ആൻസർ തന്നിട്ടില്ല. സോ ഇവിടെ നമ്മൾ റാഷണലൈസ് ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ ടേമിന്റെ കോൺജുഗേറ്റ് പെയർ, ദാറ്റ് ഈസ് അതായത് 2 plus root 3 എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് പെയർ കേട്ടോ, 2 minus root 3 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ റാഷണലൈസ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ. സോ 2 minus root 3 കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ന്യൂമറേറ്ററിൽ 1 into 2 minus root 3 ആണ്, അത് 2 minus root 3 തന്നെ വരും. ഇനി ഡിവൈഡഡ് ബൈ 2 plus root 3 into 2 minus root 3 ആണ് വരും.
അപ്പോൾ a plus b ന്റെ a minus b എന്താ a square minus b square 2 square minus root 3 whole square. റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും. അപ്പോൾ 2 square 4 മൈനസ് ആ റൂട്ടിന്റെ ഉള്ളിലെ ടേം വരും 4 minus 3 that is 1. ഇത് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ആണ് ആൻസർ കിട്ടുക 2 minus root 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a is equal to tan inverse 4 by 3 and b is equal to tan inverse 1 by 3, where 0 less than a, b less than pi by 2, then a minus b is equal to. Options are like a tan inverse 3, b tan inverse 3 by 13, c tan inverse 5, d tan inverse 9 by 13, and e tan inverse 5 by 13. The correct answer option D ആണ്, tan inverse 9 divided by 13. എക്സ്പ്ലനേഷൻ നോക്കൂ. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എ ടാൻ ഇൻവേഴ്സ് 4 by 3 തന്നിട്ട് ബി ടാൻ ഇൻവേഴ്സ് 1 by 3 തന്നിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ മൈനസ് ബി ആണ്. അതായത് ടാൻ ഇൻവേഴ്സ് 4 by 3 മൈനസ് ടാൻ ഇൻവേഴ്സ് 1 by 3. ഓക്കെ, അതായത് ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോം ആണ്. ശരിയാണല്ലോ? അപ്പൊ അതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 plus xy. ക്ലിയർ ആയല്ലോ? അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 by 3 ആണ്, y എന്ന് പറയുന്നത് 1 by 3 ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക ഈ ഒരു ഫോർമുലയിൽ. അപ്പോൾ 4 by 3 minus 1 by 3 divided by 1 plus 4 by 3 into 1 by 3. ഈ 4 by 3 minus 1 by 3 എന്താ? 4 minus 1 by 3 3 by 3 that is 1. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ 1 കിട്ടി. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 plus 4 by 9 വരും. ഇത് LCM എടുക്കാം. അപ്പോൾ 9 plus 4 by 9 that is 13 by 9. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 divided by 13 by 9 ആണ് വന്നത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 13 by 9നെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 9 by 13 വരും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 9 by 13 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 0 less than or equal to alpha less than or equal to pi by 2 and sine of alpha minus pi by 12 is equal to 1 by 2, then alpha is equal to. Options are like a pi by 6, b pi by 4, c pi by 3, d 5 pi by 12, e 7 pi by 12. Correct answer option B ആണ്, അതായത് pi by 4. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്നത് ആൽഫയുടെ വാല്യൂ ബിറ്റ്വീൻ 0 and pi by 2 ആണ്. It can take 0, it can take pi by 2 or it can take any values between 0 and pi by 2. ഇങ്ങനെയാണ് റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് ആൽഫ തന്നിരിക്കുന്നത്. സൈൻ ഓഫ് ആൽഫ മൈനസ് പൈ ബൈ 12 ഇസ് ഈക്വൽ ടു 1 by 2 എന്ന ക്വസ്റ്റ്യനിൽ തന്നത്. അതിൽ നിന്ന് നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. ഇനി ഈ സൈനിനെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ സൈനിനെ RHSൽ കൊണ്ടുപോയാൽ സൈൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ ആൽഫ മൈനസ് പൈ ബൈ 12 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഹാഫ്. ഈ സൈൻ ഇൻവേഴ്സ് ഹാഫ് നമ്മളിപ്പോൾ ഓൾറെഡി ആംഗിൾ ഇൻ ടേംസ് ഓഫ് പൈ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്ന് പറയുന്നത് പൈ ബൈ 6. അപ്പോൾ റേഡിയൻസിൽ എക്സ്പ്രസ് ചെയ്യാം. ഇത് റേഡിയൻസ് ആണ്. പൈയിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് റേഡിയൻസ് ഫോമിലാണ്. അപ്പോൾ ഇവിടെ പൈ ബൈ 6 കിട്ടി. ഈ പൈ ബൈ 12 എന്ന് പറയുന്നത് RHSൽ കൊണ്ടുപോകും. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 പ്ലസ് പൈ ബൈ 12. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ 6നെ 12 ആക്കാൻ ഇൻറ്റു 2 മുകളിലും താഴെയും ചെയ്യാം. അപ്പോൾ 2 പൈ പ്ലസ് പൈ എന്ന് പറയുന്നത് 3 പൈ divided by 12. അപ്പോൾ 3ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 4 വരും. അപ്പോൾ പൈ ബൈ 4 ആണ് ആൻസർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The equation of the line passing through the point minus 9, 5 and parallel to the line 5x minus 13y is equal to 19 is. ഇപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു ലൈൻ -9, 5 പാസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല വേറൊരു ലൈനിന് പാരലൽ ആണ്. ആ ലൈനിന്റെ ഇക്വേഷൻ വന്നിട്ട് 5x minus 13y is equal to 90. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 5x minus 13y plus 110 equal to 0, 5x minus 13y plus 100 equal to 0, 5x minus 13y plus 65 equal to 0, 5x minus 13y minus 110 equal to 0, last one 5x minus 13y minus 100 equal to 0. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം ഈ പ്ലസ് മൈനസ് ടേംസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ടേം വാല്യൂസ് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 5xും 13yയും സെയിം ആണ്. കാരണം എന്താ? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ ഈ വാല്യൂസ്, അതായത് എക്സിന്റെ വൈയുടെ കോഎഫിഷ്യൻസ് അതെല്ലാം സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് ടേം മാത്രമാണ് മാറുക. അത് നോട്ട് ചെയ്യുക. അത് മാത്രമല്ല രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത്
ഇക്വേഷൻ ഓഫ് ദ ഗിവൺ ലൈൻ എന്ന് പറയുന്നത് 5x മൈനസ് 13. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ലൈൻ എന്ന് പറയുന്നത് വേറൊരു ലൈനിന് പാരലൽ ആണ്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് 5x മൈനസ് 13y is equal to 90. ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. y is equal to mx plus c എന്ന ഫോമിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ y ആയിരിക്കണം LHSൽ. അപ്പോൾ 13y എന്ന് പറയുന്നത് RHSൽ കൊണ്ടുപോകാം, 19 ഇങ്ങോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ മതി. അപ്പോൾ 13y is equal to 5x minus 19. ഇനി നമുക്ക് വെറും y ആണ് വേണ്ടത്, കോയിഫിഷ്യന്റ് 1 ആക്കണം. സോ ഈ 13നെ RHSൽ കൊണ്ടുപോകാം, ഓരോ ടേംസ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ y is equal to 5 by 13 into x minus 19 by 13. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. y is equal to mx plus c. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ m into x plus c ല് m ന്റെ വാല്യൂ എന്താ കിട്ടിയത്? 5 by 13. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്താ കിട്ടിയത്? 5 divided by 13. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ സ്ലോപ്പ് ഓഫ് ദ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ അതിലും m ന്റെ വാല്യൂ സെയിം ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ റിക്വയർഡ് ലൈനിന്റെ സ്ലോപ്പും ഇതേ വാല്യൂ തന്നെ ആയിരിക്കും, ദാറ്റ് ഇസ് 5 by 13. ഇനി റിക്വയർഡ് ലൈനിന്റെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യേണ്ടി പറഞ്ഞില്ലേ, -5. അപ്പൊ അതിന്റെ ഇക്വേഷൻ ജനറൽ ഫോം എന്താ? y minus y1 is equal to m into x minus x1. ക്ലിയർ ആയല്ലോ? ഈ x1 y1 പറയുന്നത് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യണു പറഞ്ഞില്ലേ, ആ പോയിന്റ് ആണ്. x1 എന്ന് പറയുന്നത് -9 ഉം y1 എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ ആയല്ലോ? സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y minus y1 പറഞ്ഞ 5, okay, is equal to m പറഞ്ഞാൽ നമുക്ക് കിട്ടി 5 by 13 into x minus x1 പറഞ്ഞ -9. സോ ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, അപ്പോൾ x plus 9 കിട്ടും. ഇനി ജസ്റ്റ് ഈ 13 LHSൽ കൊണ്ടുപോകാം. അപ്പോൾ LHSൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ y minus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 13 into y minus 5 is equal to 5 into x plus 9. ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 13y minus 65 is equal to 5x plus 45. അതിൽ റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എക്സിന്റെ ടേം പോസിറ്റീവ് ആണെന്ന് വരാം. അതായത് 5x plus 45 RHSൽ നിന്ന് ഇരിക്കട്ടെ, ബാക്കി ടേംസും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം. സോ 5x plus 45 minus 13y plus 65 is equal to 0. ഇപ്പോൾ ഇവിടെ 45 plus 65 എന്ന് പറയുന്നത് 110 ആണ്. ഓക്കെ, സോ 5x minus 13y plus 110. ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.